ഇവിടെ പെട്രോൾ അടിക്കാൻ നമുക്ക് സീറ്റ് തുറക്കണ്ട, ബാക്കിലല്ല ഫ്രണ്ടിലാണ്. ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് RPM മീറ്റർ, ആവറേജ് മൈലേജ്, ടാങ്ക് റേഞ്ച്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്കൂട്ടറിൻ്റെ റിവ്യൂ ചെയ്യാനാണ്. ഒരു 125 സ്കൂട്ടറാണ്, ഹൈബ്രിഡ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് യമഹയാണെന്ന്. യമഹയല്ല, ഇത് TVS ആണ്. ഇരിക്കുന്നുണ്ട് TVS ജൂപ്പിറ്റർ 125. അപ്പോൾ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് TVS ജൂപ്പിറ്റർ 125. ഇത് മിഡിൽ വേരിയൻ്റ് ആണ്. ഇതിന് 2 കളർ ഓപ്ഷൻ വരുന്നുണ്ട്, ബ്ലൂവും വൈറ്റും, അതേപോലെ ഒരു ബ്രൗൺ കളറും വൈറ്റും വരുന്നുണ്ട്. കാണാൻ നല്ല അടിപൊളി ക്ലാസിക് ലുക്കുള്ള ഒരു സ്കൂട്ടർ. ഇത് ഹൈബ്രിഡ് സ്കൂട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, സ്മാർട്ട് കണക്റ്റ് എന്നാണ്. ഇത് സംഭവം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണ്. അതേപോലെ അപ്പുറം ഇപ്പുറം ക്രോം വരുന്നുണ്ട്, LED ഹെഡ്ലൈറ്റ് ആണ്, TVSൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇത് ഫൈബർ ബോഡിയാണ്, എന്നാൽ മെറ്റൽ ആണ് സംഭവം. ഇത് മെറ്റലാണ്. DR കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നത് സാധാ ബൾബാണ്. പിന്നെ ഡിസൈൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ TVS ഐഗോ അസിസ്റ്റ് എന്ന് കൊടുത്തേക്കുന്ന ഇത് ഹൈബ്രിഡ് സ്കൂട്ടറാണ്. അപ്പോൾ അത് ഹൈബ്രിഡ് എന്നല്ല അവർ കൊടുത്തേക്കുന്ന, വേറൊരു പേര് അത്രയേ ഉള്ളൂ. അത് TVSൻ്റെ ടെക്നോളജിയാണ്. പിന്നെ ഡിസൈനിലോട്ട് വരുവാണെങ്കിൽ തന്നെ കളർ ഓപ്ഷൻ വരാണ്ട് ഇവിടെ തന്നെ വേറൊരു കളർ ഓപ്ഷനാണ്, ഗ്രീൻ കളറാണ്. ഇവിടെ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. അതുപോലെ ജൂപ്പിറ്റർ 125 എന്ന് പഞ്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ സ്റ്റിക്കറൊന്നുമല്ല. പിന്നെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റാണ് കേട്ടോ. നല്ല യാത്ര സുഖം തരുന്ന ഒരു അടിപൊളി സീറ്റ്. അത് മാത്രമല്ല ഈ ഒരു മോഡലിന് നമുക്ക് ബാക്കിലിരിക്കുന്ന ഒരു സപ്പോർട്ടായിട്ടുള്ള സംഭവം കൂടെ ഉണ്ട്. ഇത് മിഡിൽ വേരിയൻറ്റിലും ഉണ്ട്, അതേപോലെ ടോപ്പിലും ഉണ്ട്. പിന്നെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ബാക്ക് ഡ്രസ്സിൽ തന്നെ ജൂപ്പിറ്റർ എന്ന് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ TVSൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ ഏത് ഷോറൂം, ഇത് ഗുഡ് മോർണിംഗ് മോട്ടോഴ്സ് അഞ്ചലാണ്. പിന്നെ ഇവിടെ കുറച്ച് എയർ വിൻഡ് പോലെ സംഭവമുണ്ട്. ബ്രേക്ക് ലൈറ്റിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ DR കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രാത്രി കാണാൻ അടിപൊളിയാണ്. ഫ്രണ്ടിൽ പോലെ തന്നെ ബാക്കിൽ DR കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് സാധാ നോർമൽ ബൾബാണ്, ഇൻഡിക്കേറ്റർ ആയാലും ബ്രേക്ക് ലൈറ്റ് ആയാലും. ഇവിടുത്തെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ക്രോം കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. അതുപോലെ നല്ല ഗ്രിപ്പാണ്. അതുപോലെ ഇവിടെയൊക്കെ നല്ല ഗ്ലോസിയാണ്. അതുപോലെ പിയാനോ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഡിമ്മും ബ്രൈറ്റിൻ്റെ സ്വിച്ച്, അതുപോലെ ഇൻഡിക്കേറ്റർ, അതുപോലെ ഹോണിനാണെങ്കിൽ ഒരു യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത്. യെല്ലോ ഡിസൈനാണ്, യെല്ലോ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇങ്ങോട്ട് മീറ്ററിലോട്ട് വരുമ്പോൾ പിയാനോ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം എലമെൻറ്റ് ഇവിടെയും പോയിട്ടുണ്ട്. മീറ്റർ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് TVSൻ്റെ റൈഡർ 125ൻ്റെ സെയിം മീറ്ററാണ്. പക്ഷേ ഈ വണ്ടിക്ക് അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൗണിലൊക്കെ നിൽക്കുമ്പോൾ, ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ 40 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഓഫായി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് പിടിച്ച് ആക്സിഡൻറ്റ് കൊടുത്താൽ വണ്ടി ഓണാവും. സെൽഫ് അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്, ഫോർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. സെൽഫ് എന്ന് പറയുന്ന സാധനം ചുമ്മാ തൊട്ടാൽ മതി, അപ്പോൾ വണ്ടി ഓണാവും. പണ്ടത്തെ പോലെ ഇങ്ങനെ കിരി അടിക്കണ്ട, പെട്ടെന്ന് ഓണായിക്കോളും. സൈലൻ്റ് ആണ്, വണ്ടി ഓണാവുമ്പോൾ നമ്മൾ അറിയത്തില്ല. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. ചാവി മാറ്റട്ടെ. ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. പിന്നെ ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട്. അത്യാവശ്യം ഫോണൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. ഫോണൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഫോൺ വെച്ചിട്ട് ഓടിക്കരുത്, ചിലപ്പോൾ തെറിച്ച് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒരു ഇതില്ലല്ലോ, ഒരു അടയ്ക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല. നോർമൽ എപ്പോഴും തുറന്നു തന്നെ ഇരിക്കുന്നതാണ്. ഇത് നമുക്കൊരു പേഴ്സോ അല്ലെങ്കിൽ കുറച്ചുകൂടി പേഴ്സോ ചില്ലറയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇവിടെ ഒരു കുക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതെല്ലാ വണ്ടിയിലും ഉള്ളതാണ്, കോമൺ ആയിട്ടുള്ളതാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. വണ്ടിയുടെ പെട്രോൾ ടാങ്ക് വരുന്നത്, ക്യാപ്പ് വരുന്നത് ഫ്രണ്ടിലാണ്. ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല.
ഇത് മഹീന്ദ്രയുടെ ഒരു സ്കൂട്ടർ ഉണ്ട്, അതിലും ഫ്രണ്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് വരുന്നത് ഇവിടാണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത്, പെട്രോൾ ടാങ്ക് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇതാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും സ്ഥലമുണ്ട്. ഈ പെട്രോൾ ടാങ്ക് പോയപ്പോൾ തന്നെ നമുക്ക് ഇത്രയും സ്ഥലം കിട്ടി. 110 ആയാലും 125 ആയാലും ഇത്രയും സ്ഥലമുള്ള ഒരു സ്കൂട്ടർ വേറെ ഇല്ല. ഇപ്പോൾ ടി വി എസിൻ്റെ ആണെങ്കിൽ ജൂപ്പിറ്റർ 110 ഉള്ളൂ. ആദ്യമേ ഈ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നത് ജൂപ്പിറ്റർ ഈ ഒരു മോഡലിൽ തന്നെ 125 തന്നെയാണ്. പിന്നാണ് 110ലോട്ടും ഇപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലാണ് അതിനും പെട്രോൾ ടാങ്ക് വരുന്നത്. മീറ്റർ ഓണാക്കി കഴിഞ്ഞാൽ RPM മീറ്റർ, ആവറേജ് മൈലേജ്, ടാങ്ക് റേഞ്ച്, ഫാമിലി സ്കൂട്ടറിന് RPM മീറ്റർ വരുന്നതും അതുപോലെ RPM മീറ്ററുള്ളൊരു സ്കൂട്ടർ ഓടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. നല്ല വെയിലായതുകൊണ്ട് തന്നെ മീറ്ററിൻ്റെ ആ ഒരു ഇത് കാണാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ സമയം 1:20 ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിനകത്ത് കാണിക്കുന്നത് ആവറേജ് മൈലേജ് 49 കിട്ടുന്നുണ്ട്. ഫസ്റ്റ് സർവീസ് പോലും ആയിട്ടില്ല, 66 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് ടാങ്ക് റേഞ്ച് എത്രയാണെന്ന് നോക്കട്ടെ. ടാങ്ക് റേഞ്ച് കാണിക്കും 173 കിലോമീറ്ററാണ്. ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണെന്ന് കാണിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു മീറ്ററിനകത്തുണ്ട്. ടയർ സൈസ് വരുന്നത് 90-12 ആണ്. അതുപോലെ ഡൈനിങ് കട്ട് അലോവിയാണ്. നല്ല ഭംഗിയുണ്ട് ഈ അലോവി കാണാൻ. അത് ടി വി എസിൻ്റെ ഒരു ചെറിയൊരു പഞ്ചിങ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 220 mm ഒരു ഡിസ്ക് ബ്രേക്കാണ്. അത് പെറ്റൽ ഡിസ്ക്കാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ബ്രേക്ക് ഡിസ്കല്ല, 130 mm ഡ്രം ബ്രേക്കാണ്. അതുപോലെ ബാക്ക് ടയറിന് സൈസ് എന്ന് പറയുന്നത് 90-12. ഫ്രണ്ടിലും ബാക്കിലും സെയിം ടയർ സൈസ് തന്നെയാണ്. അതുപോലെ മോണോഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലേഡീസിനൊക്കെ ചവിട്ടാൻ പറ്റിയ കൊടുത്തിട്ടുണ്ട്. കിക്കറുണ്ട്. ഇതിലുപയോഗിച്ചിരിക്കുന്ന എൻജിൻ 124.8 cc ആണ്. മാക്സിമം പവർ 8.4 bhp അറ്റ് 6500 RPMലും. ടോർക്ക് വരുന്നത് 10.5 Nm അറ്റ് 4500 RPMലാണ്. ഇതിലെ വെയിറ്റ് വരുന്നത് 108 kg ആണ്. ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത് 95 ആണ്. ഫുൾ ടാങ്ക് കപ്പാസിറ്റി 5 ലിറ്ററാണ്. എല്ലാം കൊണ്ടും ഒരു അടിപൊളി സ്കൂട്ടറാണ്. ഹൈബ്രിഡ് ആണ്. അതുപോലെ സ്ഥലമുണ്ട്. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. LED ഹെഡ്ലൈറ്റ് ആണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണ്. പെറ്റൽ ഡിസ്ക് ആണ്. ടയർ വരുന്നത് 90-12 ആണ്. ബാക്കും ഫ്രണ്ടും വരുന്നത്. അപ്പോൾ നിങ്ങളൊരു 120 cc സ്കൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ ജൂപ്പിറ്ററും കൂടി ഒന്ന് പരിഗണിക്കാൻ കേട്ടോ. നല്ല വണ്ടിയാണ് കേട്ടോ. ഓടിക്കാൻ നല്ല സുഖമാണ്. അതുപോലെ സീറ്റ് ആണെങ്കിലും നല്ല യാത്ര സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 110 ഉണ്ട്. 110 ഈ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ഡിസൈൻ പാറ്റേൺ അത് കുറച്ചുകൂടി മോഡേൺ ആണ്. ഇത് ക്ലാസിക് ആണ്. പക്ഷേ എനിക്ക് അതിനേക്കാട്ടിലും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ വണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത്, ഇതിൻ്റെ ഓൺ റോഡ് വില വരുന്നത് 120 ആണ്. അപ്പോൾ പലയിടത്തും പല റേറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ 120 എന്ന് പറയുമ്പോൾ പലയിടത്തും ചിലപ്പോൾ 135 ചിലപ്പോൾ 119 16 ആവാം. അപ്പോൾ ഇവിടുത്തെ റേറ്റാണ് പറയുന്നത്, വണ്ടി എടുത്തപ്പോൾ ഉള്ള റേറ്റ്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് നടത്തും. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ഉടനെ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. കാരണം നമുക്ക് എത്ര കിട്ടും നോക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആവറേജ് മൈലേജ് 49 ആണ്. ഇപ്പം കുഴപ്പമില്ലാത്ത മൈലേജ് ഇപ്പോഴും തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ സർവീസ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മൈലേജ് എത്ര കിട്ടുമെന്ന് അറിയാൻ പറ്റും. കാരണം ഒരു 55-60 കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ യാത്രകളൊന്നും അവസാനിക്കുന്നില്ല. അപ്പോൾ അടുത്ത യാത്രയിൽ നമുക്ക് കാണാം. ബൈ.